ദുരന്തത്തിൽ 31 മൃതദേഹങ്ങളും 158 മൃതദേഹ ഭാഗങ്ങളും ഇന്ന് സംസ്കരിക്കും. സംസ്കാരത്തിന് പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. സംസ്കാര ചടങ്ങുകൾ വൈകിട്ട് 3 മണി മുതൽ നടക്കുമെന്നും മന്ത്രി അറിയിച്ചു. ചാലിയാർ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യത്യസ്തമായൊരു ദിശയിൽ കൂടി നമുക്ക് രക്ഷാപ്രവർത്തനം ആരംഭിക്കേണ്ടതുണ്ട്. 158 ബോഡി പാർട്സും 31 ഫുള്ളായിട്ടുള്ള ബോഡിയും, അങ്ങനെ 189 കുഴികൾ കൂടുതലെടുത്ത് അവിടെ ഇന്ന് 3 മണിയോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കണം എന്നാണ് കരുതുന്നത്. അപ്പോൾ 31 ഫുള്ളായിട്ടുള്ള ബോഡി അൺക്ലൈമഡ് ആയത് ആദ്യം സംസ്കരിക്കുകയും തുടർന്ന് ഓരോ അംഗവും പ്രത്യേക, ഓരോ ശരീരഭാഗവും പാർട്സും പ്രത്യേക പെട്ടികളിലാക്കി ഓരോന്നിനും പ്രത്യേകം കുഴിയെടുത്ത് അവിടെ DNA ടെസ്റ്റിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട നമ്പർ ബോഡിക്കകത്ത്, കോഡ് നമ്പർ ബോഡിക്ക് അകത്ത്, പെട്ടിക്ക് പുറത്ത് കുഴിച്ചിടുന്ന ബറിയിങ് നടത്തുന്ന ആ കേന്ദ്രത്തിനോട് ചേർന്ന് സ്ഥാപിക്കുന്ന പോസ്റ്റിൽ ഇങ്ങനെ 3 കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ച് വളരെ കൃത്യതയോടുകൂടി അത് പൂർത്തീകരിക്കേണ്ടി വരും. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി PV ജോഷില ചേരുന്നു. ജോഷില, ഈ രക്ഷാദൗത്യത്തെക്കാൾ ഒരുപക്ഷെ സർക്കാരിന് ഈ ദൗത്യത്തിൽ നിൽക്കുന്നവർക്കൊക്കെ വെല്ലുവിളിയായ ഒരു ഘട്ടമാണ് ഈ സംസ്കാരം എന്ന് പറയുന്നത്. അതിൽ ഇന്ന് മന്ത്രി പറഞ്ഞത് 31 മൃതദേഹങ്ങളും 158 ശരീരഭാഗങ്ങളും എന്നാണ്. 158 ശരീരഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ 158 പേരാണ്. 158 ശരീരഭാഗങ്ങളും സംസ്കരിക്കുക എന്ന് പറയുന്നത് ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണെന്നാണ് മന്ത്രി പറയുകയും ചെയ്തത്. ഇന്ന് 3 മണി മുതൽ ഈ സംസ്കാര ചടങ്ങുകൾ നടക്കും. അത് എത്ര സമയമെടുത്താലും അങ്ങനെ തന്നെ ചെയ്യുമെന്നുള്ളതാണ്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഇനി മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിനെ സംബന്ധിച്ച്, കൂടുതൽ ഈ കടാവർ നായകളുടെ സേവനം പ്രയോജനപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചൊക്കെ മന്ത്രി പറഞ്ഞത്? വലിയൊരു ദൗത്യം തന്നെയാണ് ഇനി മുന്നിലുള്ളത്. കാരണം 189 ശരീരഭാഗങ്ങൾ, മൃതദേഹങ്ങൾ അടങ്ങിയ ഭാഗങ്ങൾ സംസ്കരിക്കേണ്ടതുണ്ട്. ഇത് ഇന്ന് 4 മണിയോടുകൂടി സംസ്കാരം നടക്കും. 3 മണിക്ക് തന്നെ ഇതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആരംഭിക്കും എന്നുള്ളതാണ് മന്ത്രി കെ രാജൻ അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് 31 മുഴുവൻ മൃതദേഹങ്ങളും 158 ശരീരഭാഗങ്ങളുമാണ്. ഇതിൽ 189 ആകെ കൂടെ 189 കുഴികൾ പുതുതായി നിർമ്മിച്ച് അതിലായിരിക്കും, അതായത് പുത്തുമലയിലെ ഇന്നലെ സംസ്കരിച്ച 8 മൃതദേഹങ്ങൾ, അതിൻ്റെ കൂടെ തന്നെ കുഴികൾ നിർമ്മിച്ച് ഇന്നലെ 31 കുഴികൾ നിർമ്മിച്ചിരുന്നു. ആ കുഴികളുടെ കൂടെ ബാക്കി 189 മൃതശരീരങ്ങൾ സംസ്കരിക്കാനുള്ള കുഴികൾ കൂടി നിർമ്മിച്ച് ഇന്ന് 3 മണിയോടുകൂടി തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. ഏകദേശം 4 മണിയോടുകൂടി തന്നെ ഇത് പൂർത്തിയാകും എന്നാണ് കരുതുന്നത്. ഇതിനായി ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി ഒന്നിച്ച് ഒരേ സമയം മറവ് ചെയ്യും എന്നുള്ളതാണ് മന്ത്രി കെ രാജൻ അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വലിയൊരു ദൗത്യം തന്നെയാണ്, സംസ്കാര ചടങ്ങുകളടക്കം വലിയൊരു ദൗത്യം തന്നെയാണ് ഇനി അധികൃതർക്ക് മുന്നിലുള്ളത് എന്നുള്ളതാണ്. കാരണം ഇത്രയും മൃതദേഹം ഒരുമിച്ച് സംസ്കരിക്കുക, അതിനു മുന്നേ തന്നെ ഈ സർവ്വമത പ്രാർത്ഥനയടക്കം നടത്തേണ്ടതുണ്ട്. ഞാൻ ഇന്നലെ തന്നെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, മന്ത്രിമാർ പലതവണ പറഞ്ഞ കാര്യമുണ്ട്. അതായത് ഒരാൾക്ക് പോലും ഒരു മാനസികമായി ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലായിരിക്കരുത് ഈ സംസ്കാരം നടക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു സംസ്കാരം നടന്നാൽ പിന്നീട് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് ഭാവിയിൽ വലിയ ഒരു പ്രശ്നമായി മാറും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ, ബന്ധുക്കൾക്ക് മാനസികമായ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാൻ ഈ മൃതശരീരങ്ങളുടെ DNA കോഡടക്കം ഈ കുഴികൾക്ക് മുകളിൽ കല്ലിന് മുകളിൽ എഴുതി വെച്ച് ആണ് മറവ് ചെയ്യുക അല്ലെങ്കിൽ സംസ്കരിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ എല്ലാ അടയാളങ്ങളും സൂക്ഷിച്ചു വെക്കും. ഇതിന് ശേഷം പിന്നീട് എപ്പോഴെങ്കിലും ബന്ധുക്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ ബന്ധുക്കൾ ഇതിലുണ്ടോ എന്നുള്ള സംശയത്താൽ എന്തെങ്കിലും രീതിയിൽ തെളിവുകൾ ശേഖരിക്കണമെങ്കിൽ എല്ലാം സാധ്യമാവുന്ന രീതിയിൽ തന്നെയായിരിക്കും സംസ്കാരം നടക്കുക എന്നുള്ളതാണ്. 189 മൃതദേഹങ്ങളുടെയും ഇതേ രീതിയിൽ തന്നെ സംസ്കരിക്കേണ്ടതുണ്ട്. ഈ ഓരോ ബോഡി പാർട്സ് എന്ന് പറയുന്നത് തന്നെ ഓരോ മനുഷ്യൻ്റെയാണ്. അതുകൊണ്ട് തന്നെ 189 മൃതദേഹങ്ങൾ എന്ന് തന്നെ പറയാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് തൻ്റേതാണ് എന്ന് പിന്നീട്, തൻ്റെ ബന്ധുവിൻ്റേതാണെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇത്തരത്തിൽ മതപരമായ ചടങ്ങുകൾ നടത്തിയിട്ടില്ല എന്നുള്ളൊരു കുറ്റബോധം ബന്ധുക്കൾക്കുണ്ടാവരുത്. അതുപോലെ തന്നെ തൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കുറ്റബോധം ജനങ്ങൾക്കുണ്ടാകരുത്. അതുകൊണ്ട് തന്നെയാണ് ബാക്കി വന്ന എല്ലാ ജനങ്ങളോടും ഈ സംസ്കാര ചടങ്ങുകൾ അറിയിക്കുകയും അവിടേക്ക് ഇന്നലെ തന്നെ 8 പേരുടെ മൃതശരീരം സംസ്കരിച്ചപ്പോൾ ബന്ധുക്കളടക്കം എത്തിച്ചേർന്നിരുന്നു എന്നുള്ളതാണ്.
അത് പിന്നീട് ഒരു പ്രശ്നമാവാതിരിക്കാൻ വേണ്ടിയാണ് ജോഷ്ല, ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി മന്ത്രി പറഞ്ഞു. അതായത് ഈ രേഖകൾ, സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകൾ നഷ്ടമായവർക്ക് അത് തിരികെ നൽകുന്നതിനായി മുഴുവൻ വകുപ്പുകളുടെയും അദാലത്ത് അവിടെ നടത്തുമെന്നുള്ളതാണ്. അവിടെയുള്ള ഈ ദുരിതബാധിതർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകരുത്, സർട്ടിഫിക്കറ്റിനായി അലയേണ്ടുന്ന സാഹചര്യം ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെയാണ് മുഴുവൻ വകുപ്പുകളെയും അവിടെ എത്തിച്ച് അദാലത്ത് നടത്തുമെന്നുള്ള കാര്യം കൂടി മന്ത്രി പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും സിജു, ഇത്തരത്തിൽ ഇപ്പോൾ ക്യാമ്പുകളിൽ കഴിയുന്നവർ പോലും ഞങ്ങളോട് ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നു. എങ്ങനെയാണ് ഈ ഭൂമി അടക്കം ഇവർക്ക് തിരിച്ചു കിട്ടുക, എങ്ങനെയാണ്, അതുപോലെ തന്നെ രേഖകളൊന്നുമില്ല, സർട്ടിഫിക്കറ്റുകളൊക്കെ തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു, ഇതൊക്കെ എങ്ങനെയാണ് തിരിച്ചു കിട്ടുക എന്നുള്ള ഒരു വലിയ ആശങ്കയിലാണ് ക്യാമ്പുകളിൽ കഴിയുന്നവരും അതുപോലെ തന്നെ ബന്ധുവീടുകളിലൊക്കെ തന്നെ മാറി താമസിക്കുന്നവരും. അതായത് അവിടെ ജീവൻ മാത്രം രക്ഷപ്പെട്ട് അവശേഷിക്കുന്നവരുടെ എല്ലാം ഒരു ആശങ്ക എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നത്തിന് പരിഹാരം എന്നുള്ള രീതിയിൽ അല്ലെ ആശ്വാസകരമാവും വിധമുള്ള വാക്കുകളാണ് മന്ത്രി കെ രാജന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മേപ്പാടി കേന്ദ്രീകരിച്ച് അദാലത്ത് സംഘടിപ്പിക്കും, അതിൽ എല്ലാവർക്കുമുള്ള പ്രശ്നങ്ങൾ അവതരിപ്പിക്കാം, ഇതൊക്കെ തന്നെ പരിശോധിച്ചുള്ള നടപടികളായിരിക്കും. ആർക്കും ഒന്നും നഷ്ടമാവില്ല, എല്ലാം തിരിച്ചു കിട്ടുന്ന വിധത്തിൽ തന്നെയായിരിക്കും നടപടികൾ സ്വീകരിക്കുക എന്ന് തന്നെയാണ് കെ രാജൻ ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. സിജു. ശരി, ജോഷിലെയാണ് വിവരങ്ങൾ നൽകിയത്. മന്ത്രി കെ രാജനാണ് പറഞ്ഞത്. ഇന്ന് 31 മൃതദേഹങ്ങളെയും 189 ശരീരഭാഗങ്ങളും സംസ്കരിക്കും. അത് വലിയൊരു ശ്രമകരമായ ദൗത്യം തന്നെയാണ് എന്നാണ് മന്ത്രി പറയുകയും ചെയ്തത്.